ഈ വീടുകളും ഓഫീസുകളും ഒക്കെ ഇന്റീരിയർ മനോഹരമാക്കണമെങ്കിൽ ലൈറ്റ്സിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്, അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരുപാട് LED സ്ട്രിപ്സ് യൂസ് ചെയ്യും പല ഡിസൈൻസിലായിട്ട്. അപ്പോൾ ഈ LED സ്ട്രിപ്പ് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ ഇത് LED ലൈറ്റ് അല്ലേ, അധികം ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരില്ല എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല. ഈ LED സ്ട്രിപ്പിനും കൺസപ്ഷൻ വരും. നമ്മൾ ഇന്നൊരു റിയൽ ആയിട്ട് ഒരു LED സ്ട്രിപ്പിന്റെ കൺസപ്ഷൻ നോക്കാൻ പോവാണ്. ഇതൊരു ഓഫീസാണ്. ഇവിടെ ഏകദേശം ഒരു 5 മീറ്റർ LED സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ LED സ്ട്രിപ്പിന്റെ ഇത് രണ്ടും ഓൺ ആക്കി ഇങ്ങനെ നിർത്തുമ്പോൾ എത്ര കൺസപ്ഷൻ വരുന്നുണ്ടെന്ന് നമ്മൾ റിയൽ ആയിട്ട് DBയിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു ആംപിയർ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം വരുന്നത് 0.62 ആ ഒരു റേഞ്ച് ആണ് ആംപിയർ കിട്ടുന്നത്. അത് നമ്മളൊരു കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതൊരു 140 വാട്ട് അല്ലെങ്കിൽ 140 to 150 വാട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു 5 മീറ്റർ ഈ LED സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നതിന് 150 വാട്ടേജ് കൺസപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു നോർമൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും 10 വാട്ടിന്റെ ഒരു LED-യുടെ ഇത്രയും കൺസപ്ഷൻ ഒക്കെ ഉള്ളൂ നമ്മുടെ LED സ്ട്രിപ്പിന്. അപ്പോൾ ഇതിങ്ങനെ അതിന്റെ നീളം എത്രത്തോളം കൂടുന്നു, ഡിസൈൻ എത്രത്തോളം മാറുന്നു, അതിനനുസരിച്ച് കൺസപ്ഷനും കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീട് ഓഫീസൊക്കെ ഇന്റീരിയർ ഒക്കെ മനോഹരമാക്കുമ്പോൾ ഈ LED സ്ട്രിപ്സിന്റെ കൺസപ്ഷൻ റിയൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്.